ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന വിസ്കി ഗ്ലെൻഫിഡിക്കാണ്. ഗ്ലെൻഫിഡിക്ക് എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാകത്തില്ല. പക്ഷേ ഗ്ലെൻഫിഡിക്കിൻ്റെ ഒരു പഴയ സാധനമാണ്. ഇതൊരു 1990s ഒരു ബോട്ടിലാണ്. ഇത് ഗ്ലെൻഫിഡിക്ക് സ്പെഷ്യൽ റിസർവ് ബോട്ടിലാണ്, സിംഗിൾ മാൾട്ട് വിസ്കി തന്നെ. ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് വരുന്നത് 40% തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സാധാരണ ഗ്ലെൻഫിഡിക്ക് വിസ്കിയൊന്നും പീറ്റി അല്ല, ഒരു സ്മോക്കി ഫ്ലേവർ ഉള്ളതല്ല. പക്ഷേ ഇത് ചെറുതായിട്ടൊരു സ്മോക്കി ഫ്ലേവർ ഉള്ളൊരു ഗ്ലെൻഫിഡിക്ക് വിസ്കിയാണ്. എനിക്കൊന്ന് ഗ്ലെൻഫിഡിക്കിൻ്റെ 1-2 വിസ്കികൾ മാത്രമേ ഉള്ളൂ പീറ്റി ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറുതോർന്ന് ഒഴിക്കാം. ഇതിൻ്റെ അടപ്പ് തന്നെ പഴയ രീതിയിലുള്ള അടപ്പം, കോർക്കല്ല, നമ്മുടെ പഴയ രീതിയിലുള്ള അടപ്പാണ് ഇതിന് വരുന്നത്. കളർ വരുന്നത് ഒരു ലൈറ്റ് കളറാണ് വരുന്നത്. അപ്പം ഇങ്ങനെ സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ സ്മെല്ലുള്ളത് ഒരു സാധാരണ പോലെ തന്നെ ഗ്ലെൻഫിഡിക്കിൻ്റെ ഫ്രൂട്ടി സ്മെല്ലാണ്. ആപ്പിള്, പെയർ, ആ രീതിയിലുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. പക്ഷേ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആ സ്മോക്കി ഫ്ലേവർ കിട്ടും. അതുപോലെ ഒരു സ്മോക്കി ഫ്ലേവർ എന്ന് പറയുന്നൊരു സ്മോക്കി പെപ്പറി ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഡ്രൈ അടിക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് സാധാരണ സ്മോക്ക്ഡ് ആയിട്ടുള്ള വിസ്കി ഇഷ്ടമില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു 2-3 ഐസ് ഇട്ട് ഇടുന്നതായിരിക്കും അതിന് ഒരു ഇച്ചിരിയോടെ കുടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കിട്ടുന്നത്. ഒന്ന് ഐസ് ഇട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് പെപ്പറിൻ്റെ ഒരു ചെറിയൊരു കുത്തൽ പോലെയുണ്ട് ഇതിന്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പീറ്റഡ് വിസ്കി ആയതുകൊണ്ട്. പീറ്റഡ് ആയിട്ടുള്ള വിസ്കി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിസ്കി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വിസ്കിയുടെ കൂടുതലുള്ളത് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇച്ചിരി പനീറാണ്, മട്ടൻ മസാലയാണ്. അപ്പം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു പീസ് കഴിച്ച് നോക്കാം എന്തായെന്നുള്ള കാര്യം. അതും സെറ്റായി വരുന്നുണ്ട്. അപ്പം വീണ്ടും അടുത്ത വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.